ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ ചങ്കുകളും ഗഡികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് ആനന്ദ് ശ്രീബാല മൂവി കാണുന്നത്. പടത്തിന് ഏകദേശം ഒരു 80% മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഹൗസ്ഫുൾ എടുത്ത് കുറച്ച് സീറ്റുകൾ മാത്രം ആളില്ലാതിരുന്നുള്ളൂ. അപ്പോൾ ഈ പടത്തിന്റെ ട്രെയിലർ എനിക്ക് കണ്ടിരുന്നു. അപ്പൊ ഞാൻ കാണാൻ വിചാരിച്ചൊരു മൂവി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ പേര് ആനന്ദ് ശ്രീബാല, പേര് ഭയങ്കര വെറൈറ്റി പേരാണ്. അമ്മയുടെ പേരാണ്. നമ്മൾ ബാബ കല്യാണി ഒരു പടം കണ്ടിട്ടുണ്ട്, മോഹൻലാലിന്റെ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ വന്നൊരു പടം. ആ പടത്തിൽ മോഹൻലാലിന്റെ പേര് ബാബ കല്യാണി. കല്യാണി വെച്ചാൽ അമ്മയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇടുന്ന ഒരു പേരാണ്. അതുപോലെ തന്നെ ആനന്ദ് ശ്രീബാല എന്ന് വെച്ചാൽ അമ്മയായിട്ട് ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന കുറെ സീനുകളൊക്കെ ആയിട്ട് അവളെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ്, അതായിട്ട് റിലേറ്റഡ് ആയിട്ട് അമ്മ ഇപ്പോഴും ഉണ്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാള് ക്യാരക്ടറാണ് നമ്മുടെ അർജുൻ അശോകൻ ചെയ്തിട്ടുള്ളത്. ഈ പടം സംവിധാനം ചെയ്യുന്ന നമ്മുടെ വിനയന്റെ മകൻ വിഷ്ണുവിനെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടമാണ്. നമ്മൾ അഭിലാഷ് പിള്ള, നമുക്കറിയാം, മാളികപ്പുറം, ആ ടീം തന്നെയാണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന പടമാണ്. പടത്തിനെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ പടം കുഴപ്പമില്ല എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം ഇന്നലെയാണ് പടം കാണുന്നത്, ജോബ് സംബന്ധമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് പടം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള ആ മൂല്യം കിട്ടി. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ടൈപ്പ് ഓഫ് മൂവീസ് കണ്ടിട്ടുണ്ട്. ഇതൊരു റിയൽ സ്റ്റോറിയാണ് കേട്ടോ. അതിലുണ്ടായ സംഭവമാണ്. അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഈ പടത്തിൽ വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സബ്ജക്റ്റ് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് പടം എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് സംഗീത ചേച്ചി, നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമള പടത്തിൽ അഭിനയിച്ചിട്ടുള്ള സംഗീത ചേച്ചിനെ കാണുമ്പോൾ തന്നെ വേറെ ഫീലാണ് ഈ പടത്തിൽ. ഇവർ നമ്മുടെ കുറേ ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു അമ്മ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മേനെ കുറിച്ച് പറയുമ്പോൾ ഏത് സിനിമയും, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നൊരു ക്യാരക്ടർ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡെവലപ്പ് ചെയ്യുന്നതാണ് മലയാള സിനിമ. അതർ ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാൽ പാസം കൊണ്ട് നിറയ്ക്കാറുണ്ട്. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ എടുത്തു പോയിട്ടുണ്ട്. ഈ കഥ എങ്ങനെയാണ് പോകുന്നത് റിലേറ്റഡ് ആയിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു ക്യാരക്ടറാണ് സംഗീത ചേച്ചിയുടെ ക്യാരക്ടർ വരുന്നത്. പിന്നെ അർജുൻ അശോകൻ ഓരോ പടങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. നമുക്കറിയാം, രോമാഞ്ചത്തിൽ ചെയ്ത ക്യാരക്ടർ ആയിരുന്നില്ല, പ്രണയലാസത്തിൽ വന്നപ്പോൾ ബ്രഹ്മയുഗം എന്ന പടം നമുക്കറിയാം, പെർഫോമൻസ് അറിയാം. അപ്പോൾ ആളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളെ കരിയറിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വെച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഡീസൽ ത്രില്ലർ, നമ്മൾ കണ്ടിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ്. ഇതൊരു വലിയ ഹൈപ്പിൽ കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല, പക്ഷെ നമുക്ക് 2.5 മണിക്കൂർ നാളെ പടം എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയുള്ള BGM കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ട്. BGM ചെയ്ത ആളുടെ പേരുണ്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കും വരാം. പിന്നെ അഭിലാഷ് പിള്ളേരെ നമുക്കറിയാം, മാളികപ്പുറം എന്നൊരു പടം നമ്മൾ മലയാളക്കാരെ ഏറ്റെടുത്തിട്ട് ആ രീതിയിൽ ഇവിടെ വിജയിച്ചൊരു പടമാണ്. അതിൻ്റെ ആളാണ് ഈ പടം തിരക്കഥ ചെയ്തിട്ടുള്ളത്, റൈറ്റർ. അർജുൻ അശോകൻ, സൈജു കുറുപ്പ് അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. അപർണദാസ് നായികയായിട്ട് വരുന്നു. ആള് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു അവതാരികയായിട്ട് ഒരു ക്രൈം ത്രില്ലറിനെ സംബന്ധിച്ചൊരു സീരിയസ് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് വരുന്നുണ്ട്, കുറച്ച് നേരമുള്ള ഒരു ക്യാരക്ടർ. ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്, ഉറപ്പിക്കാതെ കുറച്ച് നേരമുള്ള ഒരു ടെക്കി ലെവലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറുന്ന ഒരു ക്യാരക്ടർ. ഇന്ദ്രൻസ് കുറച്ച് നേരമുള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സംഗീത ചേച്ചി, മനോജ് കെ നമുക്കറിയാം, ഇപ്പം അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കിട്ടിയ ഒരു അസറ്റ് എന്ന് തന്നെ പറയാം. പ്രണയലാസ്റ്റിലൊക്കെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നന്നായി ചെയ്തിട്ടുണ്ട്. ശിവത കുറച്ച് സമയമുള്ളൂ. അസീസ് നെടുമങ്ങാട് ഉള്ള സമയം ഒരു ഡാർക്ക് ക്യാരക്ടറാണ് ആളുടെ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ അസീസ് നെടുമങ്ങാട് കുറച്ച് നേരമുള്ളൂ. കോട്ടയം നസീർ, നന്ദു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. എൻ്റെ മാളവിക, മനോജ്, രജിൻ രാജേട്ട മ്യൂസിക് നൈസാണ്. വിഷ്ണു നാരായണ ഛായാഗ്രഹണം. അങ്ങനെ ഒരു വിധം നല്ല ടീമാണ്. ബാക്കപ്പ് ക്രൂ ഒക്കെ നന്നായിട്ടുണ്ട്. ടെക്നിക്കലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൻ്റെ പാർട്ടാവുന്നതാണ് അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടർ. അത് നല്ല രീതിയിൽ ബോറടിപ്പിക്കാതെ നമുക്ക് ക്ലൈമാക്സ് വരെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സിൽ കുറച്ച് അവസാനത്തെ ഒരു 10 മിനിറ്റ് നല്ല ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം മുന്നോട്ട് പോയി ഇൻ്റർവെൽ നല്ല എൻഗേജ്ഡ് ആയിട്ട്, ഇൻ്റർവെല്ലിന് ശേഷം പടം കുറച്ച് ഇങ്ങനെ സ്ലോയിൽ പോയിട്ട് അത് ക്ലൈമാക്സിലെത്തി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പടത്തിൻ്റെ കഥ ഏകദേശം പ്രെഡിക്റ്റബിൾ ആണ് ഇൻ്റർവെല്ലിന് ശേഷം. പക്ഷേ ആ പ്രെഡിക്റ്റബിളിൽ നിന്ന് മാറ്റിയിട്ട് 1-2 ടിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ലൈമാക്സ് നമുക്ക് ഇറങ്ങി പോരുമ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ടിരിക്കാൻ നല്ല പടം. നമ്മൾ യാതൊരു പ്രതീക്ഷ വെച്ചെന്നല്ല പോയത്. ചെറിയ ക്രൂ കാര്യങ്ങളൊക്കെയാണ്. ക്രൂ ഒരുപാടുണ്ട് കേട്ടോ എന്ന് പറയുന്നത്. ചെറിയ ക്രൂ അല്ല, ഒരുപാട് ക്രൂ ഉണ്ട്. ഇപ്പം നമ്മൾ കാലങ്ങൾക്ക് ശേഷം നമുക്ക് അനിയപ്പനെയൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റി. ഒരു പക്ഷേ വിനയന്റെ മകൻ സംവിധാനം ചെയ്ത പടം ആയതുകൊണ്ടായിരിക്കും. സത്യം എന്ന പടത്തിലൊക്കെ നമ്മൾ അനിയപ്പനെ കണ്ടിട്ടുണ്ട്, ഇതിലെ ക്യാരക്ടർ.
അപ്പോൾ ആൾക്ക് കുറെ അങ്ങനെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് പടത്തിലുള്ള ചെറിയ റോള്. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാവരും കാസ്റ്റ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടം എൻഗേജ്ഡ് ആണ്, നല്ല BGM ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ത്രില്ലേഴ്സ് ഇപ്പൊ മലയാള സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിന്റെ കളിയാണ് ഏത് ലാംഗ്വേജിൽ പോയാലും. പക്ഷെ ഇവിടെ നമുക്ക് ചില ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ വരുന്ന സമയത്ത് ഗുമസ്തൻ എന്നൊരു പടം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ എൻഗേജിങ് ആക്കുന്നുണ്ട്. ക്ലൈമാക്സ് പടം കഴിഞ്ഞ് ഇറങ്ങി പോരുന്നത് വരെ ഭയങ്കര എൻഗേജിങ് ആക്കുന്നുണ്ട്. അതിനാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ആദ്യത്തെ പടം എന്നുള്ള ഒരു ഫീലൊന്നും നമുക്കില്ല. ഒരു തുടക്കക്കാരന്റെ എന്തോ ഒരു പടത്തിന്റെ ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ അമ്മയായിട്ടുള്ള സീനുകൾ, നമ്മൾ മലയാളി എപ്പോഴും അങ്ങനത്തെ സീനുകളൊക്കെ വന്ന് ഭയങ്കര ഏറ്റെടുക്കുന്ന ആളുകളാണ്. അപ്പൊ എന്റെ തിയേറ്ററിലുള്ള ആളുകളൊക്കെ ഇവരെ സീനുകൾ, കോമ്പനന്റ് സീനുകളിലൊക്കെ വരുന്ന സമയത്തുള്ള ആ ഒരു ഫീലൊക്കെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റി. പടം കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോഴായാലും സംഗീത ചേച്ചി ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയായിരുന്നു, മനസ്സിന് പോകുന്നില്ല. നമുക്കൊക്കെ നമ്മൾ ഒരുപാട് അമ്മയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മുടെ ലൈഫിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് അമ്മ. അപ്പം അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സുകൾ ഈ പടത്തിൽ കിട്ടുന്നുണ്ട്. സിദ്ദിഖേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖേട്ടൻ സിമ്പിൾ സാധനമാണ്, ആൾക്കാർ ഏത് റോള് കൊടുത്താലും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അർജുന അശോകൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ നമുക്കൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് ലൈഫിൽ മായാതെ കിടക്കേണ്ട, ഇൻസിഡന്റ് പുറത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാം, വളരെ ചെറുപ്പത്തിലൊക്കെ അമ്മ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓർമ്മകളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും നമ്മളോടൊക്കെ ചോദിക്കാറുണ്ടോ, നിനക്ക് വീട്ടിൽ അമ്മയുണ്ടല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഉണ്ടല്ലോ, മക്കളുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നൊരു ഫീല് വേറെയാണ്. അപ്പൊ ആ രീതിയിലുള്ള കുറെ ആളുകളിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലിങ്ങനെ വരും. ഭയങ്കര രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഒരിക്കലും ഒരു മോശം പറയാൻ പറ്റില്ല. പടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ലൊരു മൂവി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പടത്തിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്, ആനന്ദ് ശ്രീബാല.